ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ പോയി വണ്ടി എടുത്തായിരുന്നു. കിക്കർ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല, സെൽഫ് അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവാത്തതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ കാർബേറ്ററാണ്. കാർബേറ്ററിനകത്ത് ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ പെട്രോൾ കിടന്ന് അതൊരു കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് വാൽവൊക്കെ സ്റ്റക്കായി പോയതാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തേക്കാനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നിലവിലത്തെ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കാർബേറ്റർ അസംബ്ലി ചിലപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ പെട്രോളിൻ്റെയാണ് മെയിൻ കംപ്ലൈൻറ്റ്. അതായത് E20 എന്ന് പറയുന്ന പെട്രോളിനൊപ്പം നമ്മൾ ഉപയോഗിക്കുക, ഉപയോഗിക്കുന്നത് മൂലം കാർബേറ്ററിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ദ്രവിച്ചൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലോട്ട് വാൽവ് സ്റ്റക്കായി, അതിൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് വാൽവ് സ്റ്റക്കായതാണ് മെയിൻ കംപ്ലൈൻറ്റ്, പെട്രോൾ ഇറങ്ങാത്തൊരു പ്രശ്നം. പിന്നെ അതിൻ്റെ സ്ലോ ജെറ്റ് കാര്യങ്ങൾ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലോ ജെറ്റും മാറ്റി ഫ്ലോട്ട് വാൽവൊക്കെ മാറ്റി കഴിഞ്ഞാൽ വണ്ടി റെഡി ആയിക്കോളും. കാർബേറ്ററിൻ്റെ ഭാഗം റെഡി ആയിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഫ്ലോട്ട് വാൽവ് തന്നെ ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ ആ ഹോളിൻ്റെ ഭാഗത്തും ചെറുതായിട്ട് ഇങ്ങനെ ഫംഗസ് പിടിച്ചാണ് പോലെ ഇരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് സീറ്റിങ് കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ വരും. അതായത് കാർബേറ്ററിൻ്റെ ഈ അടിയിലെ പൈപ്പ് വഴി പെട്രോൾ വെറുതെ താഴേക്ക് ചാടി പോകുന്ന സിറ്റുവേഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ. നമുക്ക് പഴയത് പിന്നെ ക്ലിയർ ചെയ്ത് നടക്കില്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ, ആദ്യത്തെ ഒരു ശ്രമം എന്ന നിലയിൽ നമുക്ക് ഫ്ലോട്ട് വാൽവ് സ്ലോജറ്റൊക്കെ മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചാണ്. എന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ടും പ്രോബ്ലമാണ്, ഉള്ളിൽ പൊടി പോലെയൊക്കെയാണ് വന്നിടുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിച്ചാൽ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, പണ്ടത്തെ പെട്രോൾ പോലെയല്ല ഇപ്പോഴത്തെ പെട്രോൾ. E20 പെട്രോൾ ആയതുകൊണ്ട്, അതായത് എത്തനോളാണ് 20%. 800 മില്ലി മാത്രമാണ് ഒരു ലിറ്റർ പെട്രോൾ മേടിച്ചാൽ അതിനകത്ത് 800 മില്ലി മാത്രമാണ് യഥാർത്ഥത്തിൽ ക്രൂഡ് ഓയിലുള്ള പെട്രോളുള്ളൂ. 200 മില്ലി എത്തനോൾ എന്ന് പറയും, കരിമ്പീന്ന് എടുക്കുന്ന സാധനം. അപ്പോൾ അത് കിടന്നിട്ട് ഇതുമായിട്ട് ഓക്സിഡേഷൻ നടക്കുമ്പോഴാണ് കംപ്ലയിൻറ്റ്സ് വന്നത്, മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ സമയം കിട്ടുന്തോറും കൂടുതലായിട്ടത് കംപ്ലയിൻറ്റ് പോകും. നമ്മൾ വണ്ടി ഉപയോഗിക്കാണ്ട് കയറ്റി വെച്ചാൽ, ഉപയോഗിക്കാണ്ടിരുന്ന ഒരു 3-4 ദിവസം ഇരുന്നാൽ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും. അത് 2023 മുമ്പുള്ള എല്ലാ വണ്ടിക്കും ബാധകമാണ്. ഒട്ടുമിക്ക വണ്ടികൾക്കും ഈ കംപ്ലയിൻറ്റ് ഉണ്ട്. കാരണം 2023 മുമ്പുള്ള വണ്ടികൾ ഒട്ടുമിക്കതും കാർബേറ്ററാണ്. കാർബേറ്റർ മോഡൽ വണ്ടികൾക്കാണ് ഈ കംപ്ലയിൻറ്റ് ഇപ്പോൾ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് ക്ലീൻ ചെയ്ത്, ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റൊക്കെ വന്നേക്കാം, സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് വന്നേക്കാം. ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പുതിയ കാർബേറ്റർ വെക്കണ പോലെയല്ല, പഴയത് നമ്മൾ റീസെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പുതിയ കാർബേറ്റർ നമ്മൾ മേടിച്ച് വെച്ചു എന്ന് കരുതാം. ചില വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെയ്തു പോയ വണ്ടി ഒരു 6 മാസം ഓടിയപ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് വന്നേക്കണം കാർബേറ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻറ്റ് പെട്രോളാണ്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കേസല്ല. തൽക്കാലം നമ്മൾ പുറമേ നിന്ന് ചെയ്യാവുന്ന, നമ്മളെ കൊണ്ട് ചെയ്ത ഒരു മെക്കാനിക്കൽ നിലയിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അതിന് ശേഷം ഇനിയിപ്പോൾ ഓവർഫ്ലോ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ സെൽഫ് അടിക്കാത്തതിൻ്റെ കാരണം ബാറ്ററിയാണ്. ബാറ്ററി ഫുൾ ഡെഡായി പോയേക്കാണ്. 2023 വെച്ചാണ് ബാറ്ററിയാണ്. ഏകദേശം നമുക്കൊരു 3 വർഷം പഴക്കം ആയിട്ടുണ്ട് ബാറ്ററി. ഞാനത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ തെളിയാനുള്ള പവർ പോലും ബാറ്ററിക്ക് ഇല്ല. ചാർജിലിട്ടതിന് ശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂർ ചാർജിലിട്ടതിന് ശേഷം എടുത്തു വെച്ചാൽ അപ്പം ചാർജ് കയറണില്ല അതിനകത്ത് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ബാറ്ററി ഒക്കെ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൊടുത്താലാണ് കയറുമെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാലും ബാറ്ററി സെൽഫ് എടുക്കില്ല. നമുക്ക് 2 ദിവസം ഇപ്പോൾ നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്ത് കയറ്റി വെച്ചാലും കൂടി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും കംപ്ലയിൻറ്റിലേക്ക് വരും. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് റെഡി ആവുള്ളൂ. കാർബേറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പെട്രോളിൻ്റെ പൈപ്പും കൂടി മാറ്റി റീസെറ്റ് ചെയ്താൽ സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാണെങ്കിൽ മാത്രം നമുക്ക് കാർബേറ്റർ ചെയ്താൽ മതി. ബാറ്ററി എന്തെങ്കിലും മാറ്റി പുതിയത് വയ്ക്കാം. പിന്നെയുള്ള കേസ് എന്ന് വെച്ചാൽ വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ചേക്കരുത്. വണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം. ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടി വന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ വണ്ടി ഈ പറഞ്ഞ കംപ്ലയിൻറ്റുകളൊക്കെ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ബാറ്ററിയുടെ അല്ല, കാർബേറ്ററിൻ്റെ. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ആ നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഓൾറെഡി ഒന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഓക്കെ.